ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കെ ഡി സി വേൾഡ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോളണേ. അപ്പം എങ്ങനെയാ, എപ്പിസോഡിലേക്ക് പോകല്ലേ? അങ്ങനെ അവൾ പേടിക്കുകയാണ് ഇവൻ അവളുടെ കള്ളക്കളി മൊത്തം കണ്ടുപിടിക്കും എന്നുള്ളത്. മാത്രമല്ല, ഇവള് പെട്ടെന്ന് തന്നെ അവന് ഫേസ് കൊടുക്കാണ്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ മനസ്സിലാവണില്ല ഇവള് തന്നെയാണ് അവളെന്നുള്ളത്. അങ്ങനെ അവൻ നേരെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലാണ്. അവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് പോലെ നടക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഓരോരോ ഷെഫുമാരുണ്ടാക്കിയ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ മിനുഹുൻ്റെ ഫുഡാണ് ഇഷ്ടപ്പെട്ടത്. ആ കാര്യമാണെങ്കിൽ മിനുഹുനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആരാ ഇവിടെ ഏൽപ്പിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് ഹാരിയുടെ പേര് പറയുന്നത്. ഹീറോക്കാണെങ്കിൽ കൺഫ്യൂഷൻ വരാണ്. മിനുഹുന് ഇവിടുത്തെ ഹാരിനെ അറിയാം, എൻ്റെ കൂടെ ഗേൾഫ്രണ്ടായി അഭിനയിക്കുന്ന ഹാരിനെ അറിയാം, പക്ഷേ ഇവന് മനസ്സിലാവണില്ല രണ്ടുപേരും ഒരാളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം വിട്ടുകളയാണ്. ഹാരി ആണെങ്കിൽ ഹീറോ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നത് അറിഞ്ഞ് അവൾ അവിടേക്ക് പോകാൻ മാറി നിൽക്കായിരുന്നു. അവൾ അറിയാണ് മിനുഹുൻ്റെ ഫുഡാണ് സെലക്ട് ചെയ്തതെന്നുള്ളത്. അവൾ ഈ കാര്യം കേട്ടിട്ട് ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അവൾ മിനുഹുവിനെ കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡാണ് അവർ സെലക്ട് ചെയ്തത്, മാത്രമല്ല ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു. നിന്റെ ഫുഡിന് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും അവർ നല്ലതെന്ന് പറഞ്ഞത്, അല്ലാണ്ട് അവർ നല്ലതെന്ന് പറയാറില്ല എന്ന് അവൾ പറയാണ്. നീ കൺസേർട്ടിന് പോയത് യങ്സോൻ്റെ ഒപ്പമാണോ? അല്ല, വേറെ ഒരാളുടെ ഒപ്പം, അത് ബോയ് ഫ്രണ്ട് അല്ല എന്നവൾ പറയാണ്. ഇവിടെയാണെങ്കിൽ യങ്സോങ് സെക്രട്ടറിനെ കണ്ട ആകെ ഷോക്കായി സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൾ ആലോചിക്കുന്നത്, ഹാരി മിനുഹുവിനായിട്ട് സംസാരിക്കാനല്ലോ ഇവരെന്തിനാണല്ലോ പോണേന്ന് പറഞ്ഞിട്ട് അവൾ ഹാരിനെ വിളിക്കുകയാണ്. അപ്പോഴേക്ക് ഹാരി ഇവരെ കണ്ടിട്ട് എങ്ങനെയൊക്കെയോ സ്കൂട്ടാവാണ്. മിനുഹു ആണെങ്കിൽ ഇവരെ കണ്ടിട്ട് ഇവരെ വിളിച്ച് ഇരുത്താണ്. എന്നിട്ട് ഹാരീനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ ഹാരീനെ കാണില്ല. തുടർന്ന് ഹാരി ആണെങ്കിൽ മിനുഹുവിന് ഫോൺ ചെയ്യാണ്. എനിക്കൊരു അർജൻറ്റ് കാര്യം വന്നു, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ യങ്സോങ് ഹാരീനെ കൂട്ടി വേറെ റെസ്റ്റോറൻറ്റിൽ പോയി നടന്ന കാര്യങ്ങളെല്ലാം ഹാരി വിശദീകരിച്ച് പറയുകയാണ് അവളോട്. ഹീറോയ്ക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ മിനുഹുവിനോട് ചോദിക്കുകയാണ്, മിനുഹുവും ഹാരി തമ്മിൽ റിലേഷൻഷിപ്പിലാണോ എന്ന്. അവൻ പറയാം അങ്ങനെയൊന്നും ഇല്ലയെന്ന്. സെക്രട്ടറി ചോദിക്കുകയാണ്, അവർ റിലേഷൻഷിപ്പിലാണോ എന്ന് എന്താ ചോദിച്ചതെന്ന്. ഹാരി അതുകൊണ്ടാണ് മിനുഹുവിനെ റെക്കമെൻഡ് ചെയ്തത്, ഈ കഥ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ഒരു ഡൗട്ടും വരില്ല. യങ്സോങ് ആണെങ്കിൽ സെക്രട്ടറിയെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടുമുട്ടാണ്. യങ്സോങ് ആണെങ്കിൽ സെക്രട്ടറിയെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ സെക്രട്ടറി ആണെങ്കിൽ ക്ഷമിച്ചൊന്നും കൊടുക്കണില്ല. അവൾ പറയാണ്, നിങ്ങളുടെ ബോസിന് കുഴപ്പമില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് ക്ഷമിച്ചു തന്നാലെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഞാനെന്തിനും ക്ഷമിച്ചു തരണമെന്ന് ചോദിക്കുകയാണ് അവൻ. ഇവൾ ഓർക്കാണ് ഇവർ വല്ല ബ്രദേഴ്സാണോന്ന്. ഇവർ ഏകദേശം ബ്രദേഴ്സ് പോലെയാണ്. സെക്രട്ടറി ആണെങ്കിൽ ഹീറോയുടെ വീട്ടിൽ ചെന്ന് അവൻ്റെ റൂം അവൻ നോക്കാണ്. അവനവിടെ താമസിച്ചപ്പോഴുള്ള ബുക്കുകളും ഫോട്ടോസും എല്ലാവരും. അപ്പോഴേക്കും ഹീറോ വന്നിട്ട് അവനോട് ചോദിക്കാണ്, നിനക്ക് ഇവിടെ തന്നെ താമസിച്ചൂടെ? ചെറുപ്പം മുതൽ നമ്മൾ ഒരുമിച്ചല്ലേ താമസിച്ചത്, പിന്നെ എന്തിനിപ്പോൾ ഫ്ലാറ്റിൽ പോയി താമസിക്കുന്നത്? ഫുഡ് കഴിക്കാനായിട്ട് മുത്തശ്ശൻ വിളിക്കാനുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ മുത്തശ്ശൻ ഹീറോനോട് പറയാണ്, നിന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം, ഒന്നില്ലെങ്കിലും എനിക്ക് ഇത്രയും പ്രായമായതെങ്കിലും ചിന്തിക്കണ്ടേ? മാത്രമല്ല എനിക്ക് ഇത്ര ഏജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിച്ച് എനിക്ക് പേരക്കുട്ടികളെയും കാണണം. തുടർന്ന് മുത്തശ്ശന ഹീറോനോട് ശനിയാഴ്ചത്തെ പരിപാടി എന്താണെന്ന് ചോദിക്കുകയാണ്. അവനാണെങ്കിൽ മീറ്റിങ്ങുകളുടെ കാര്യം പറയുമോ, മീറ്റിങ്ങോ എന്ന് ചോദിച്ചിട്ട് നിനക്ക് ഓർമ്മയില്ലേ, നീ അല്ല എന്നോട് പറഞ്ഞേ നിങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി എന്നുള്ളത്, ആ കാര്യം മറന്നുപോയോ എന്ന് ചോദിക്കാൻ. എന്നിട്ട് മുത്തശ്ശൻ തന്നെ പറയാണ്, ശനിയാഴ്ചത്തെ മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്തോ. അടുത്ത സീനിലെ ഹാരിയും ഹാരിയുടെ കൊളീഗ്സ് എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പുറത്തു പോകുന്നതാണ്. അവിടങ്ങളിൽ കിങ്സ് ഉണ്ടാക്കുന്ന ക്യാബേജ് തോട്ടത്തിൽ പോയി ഷൂട്ട് ചെയ്യാണ് അവർ. അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ അവരുടെ ആഡൊക്കെ ഷൂട്ട് ചെയ്യാണ്. അവരുടെ കമ്പനിയിലെ ചെയർമാനായ മുത്തശ്ശൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഹീറോയിൻ്റെ കൊളീഗ് ചെന്ന് സംസാരിച്ച് ഹീറോയിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവളാണെങ്കിൽ ടെൻഷനൊക്കെ വന്നിട്ട് ഇവളുടെ മുടിയൊക്കെ ഫ്രണ്ടിലിട്ടിട്ട് ഇവളെ തിരിച്ചറിയരുത് എന്നുള്ള മട്ടിൽ ചെല്ലാണ്. അവളുടെ കൊളീഗാണെങ്കിൽ പറയാണ്ട് ഇവളാണ് പ്രൊജക്റ്റിൻ്റെ ഐഡിയാസൊക്കെ തരുന്നതെന്ന്. അപ്പോഴേക്കും ഹീറോ അവളെ വിളിക്കുകയാണ്. വിളിക്കുമ്പോഴേക്കും തന്നെ ഇവള് സ്കൂട്ടാവാനായിട്ട് എനിക്ക് ഒരു അർജൻറ്റ് കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശീഘ്രം തന്നെ അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ അവൾ ഓടി വാഷ്റൂമിൽ പോയിട്ട് കോൾ ചെയ്യാണ് ഹീറോയിനെ. അതേസമയം ഇവിടെ ഹീറോൻ്റെ മുത്തശ്ശനാണെങ്കിൽ അർജൻറ്റായി ബാത്റൂമിൽ പോകാനായിട്ട് ബാത്റൂം എവിടെയാടോ എന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ്റെ കൊളീഗിനോട് ചോദിക്കുകയാണ്. ചെയർമാനായ മുത്തശ്ശനാണെങ്കിൽ അർജൻറ്റായിട്ട് ബാത്റൂമിൽ പോകാനാണ്, പെട്ടെന്ന് ഇറങ്ങാൻ പറയാണ്. ഈ ഒച്ച കേട്ടിട്ടാണെങ്കിൽ ഹീറോയിൻ്റെ കയ്യും കാലും വരച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവള് ഡോറ് ഒറ്റ തുറക്കലാണ്. ഇവള് ഡോറ് തുറന്നതും ദേ കിടക്കണ ചെയർമാൻ വെള്ളത്തിൽ വീണത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ പാൻറ് നനഞ്ഞ കാരണം ഹീറോയിൻ്റെ കൊളീഗായിട്ടുള്ള ഒരാളുടെ പാൻറ് പാകല്ലെങ്കിലും എങ്ങനെയൊക്കെയോ കുത്തികയറ്റിയിട്ടിട്ടാണ് പോകുന്നത്. പോകുന്ന സമയത്താണെങ്കിൽ ചെയർമാൻ ആണെങ്കിൽ ഹീറോയിന് ഒരു തുറിച്ച നോട്ടം ഉണ്ടായിരുന്നു. കമ്പനിയിലാണെങ്കിൽ ടൈമിൻ്റെ സ്റ്റാഫ് ടൈമിനോട് പറയാണ്, ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ചെയ്തത് നന്നായിട്ടുണ്ട്. അങ്ങനെ അവനത് കണ്ടുകൊണ്ടിരിക്കലേ അവന് മനസ്സിലാവണില്ല ഹാരി വന്നപ്പോൾ അത് അവൻ്റെ ഗേൾഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന ഹാരി എന്നുള്ളത്. ഇവിടെ യങ്സുങ് ആണെങ്കിൽ ഫ്ലാറ്റിലാണല്ലോ ഇപ്പോൾ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവർക്ക് ലെറ്റർ ബോക്സുകളൊക്കെ ഉണ്ട്. അതിൽ ഇവൾക്ക് ലെറ്റർ വന്നപ്പോൾ വേറെ ഒരുത്തനാണെങ്കിൽ അതറിയാതെ എടുക്കുകയാണ്.
അപ്പം തന്നെ യങ്സോങ് പറയാണ്ട് അത് എൻ്റെയാന്നുള്ളത്. അയാളാണെങ്കിൽ പറയാണ്ട് അറിയാതെ എടുത്തു പോയതാ, റൂം നമ്പേഴ്സ് അടുത്തായത് കൊണ്ട് തന്നെ ലോക്കർ മാറിപ്പോയതാ. ആ ടൈമിൽ കൃത്യമായിട്ട് സെക്രട്ടറി അവിടെ എത്തിയാണ്. യങ്സോങ് ആകട്ടെ സെക്രട്ടറി കേൾക്കാൻ പറയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ആർക്കായാലും തെറ്റൊക്കെ പറ്റും, അതൊക്കെ ക്ഷമിച്ചു കൊടുക്കണം, അതാണ് ഏറ്റവും നല്ല മനസ്സെന്ന് പറയാം. ഇത് സെക്രട്ടറിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും സെക്രട്ടറി ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ വിളിച്ച് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങി വരാൻ പറയാണ്. ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ അവനോട് കുറച്ച് മാറിയിട്ട് നിൽക്ക്, ഞാൻ വണ്ടിക്ക് വരാമെന്ന് പറയാണ്. അങ്ങനെ അവളാണെങ്കിൽ ചെന്നതാണെങ്കിലോ മുഖമൊക്കെ മറിച്ച് ഇവന് മനസ്സിലാവാണ്ടാണ് ചെന്നത്, ഒരു ഡെലിവറി ഗേൾ ആയിട്ട്. ഇവനാണെങ്കിൽ ഇവളെ നോക്കിയിട്ടും മനസ്സിലാവണില്ല. ഇവള് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഞാനാണ് ഹാരി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവള് കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്, ഇനി ഇവന് മനസ്സിലായോ എന്നുള്ളത്. എന്നാൽ എന്തിനായിരിക്കും വിളിച്ചത്. എന്നിട്ട് അവനാണെങ്കിൽ അവൾക്ക് കണ്ണിൽ പുരട്ടാനായിട്ടുള്ള മരുന്നും ഇവളും ചെറുതായിട്ടൊരു ഗിഫ്റ്റ് പോലെ അവളുടെ ചിക്കൻ ഷോപ്പിലത്തെ ഫുഡും കൊടുക്കുന്നുണ്ട്. ഈ മരുന്ന് ഇവളെ നോക്കിയിട്ട് ആലോചിക്കുകയാണ്, പ്രസിഡന്റ് റൂഡാണെങ്കിൽ ഇങ്ങനെയൊന്നും കെയർ ചെയ്യില്ലല്ലോ എന്നുള്ളത്. പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും ചെയർമാനായ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ഇവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകാം. അങ്ങനെ അവനൊരു ഡ്രസ്സിങ് ഷോപ്പിൽ വന്നേക്കാണ്. അവളങ്ങനെ ഡ്രസ്സുകളെല്ലാം മാറി മാറി ഇട്ട് നോക്കാണ്. ലാസ്റ്റ് ഒരു വൈറ്റ് ഡ്രസ്സ് വന്നപ്പോൾ അവനത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവളെ അതിൽ ഒന്നും കൂടി ലുക്കായത് കണ്ട് അവൻ തന്നെ പറയാണ് ഈ ഡ്രസ്സ് മതി എന്നുള്ളത്. തുടർന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കലെ അവളുടെ ബാഗ് നിലത്ത് വീണത് കണ്ട് അവൾ അത് എടുക്കാനായിട്ട് കുനിഞ്ഞതും അവളുടെ ഡ്രസ്സ് കീറാണ്. ഇവൾക്കാണെങ്കിൽ എന്തോ പോലെയായിട്ട് നോക്കിയതും അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ വിഷസ് പറയാനായിട്ട് കേക്കൊക്കെ കൊണ്ടുവരാണ്. ഇതറിഞ്ഞ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ ബാക്കിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാണ്. ഇവരവിടുന്ന് പോകുന്നതും ഇതെല്ലാം ഓർത്തിട്ട് സംസാരിച്ചു വരുമ്പോൾ അവള് വീഴാൻ പോകുന്നത് കണ്ടിട്ട് അവൻ ഇവളെ കെയർ ചെയ്യാൻ, മാത്രമല്ല അവളുടെ ഷൂസ് അവൻ അവളുടെ കാലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് അവിടെ ആകാശത്ത് ഫയർ വർക്ക്സ് ഒക്കെ നടക്കാണ്. ഇത് കണ്ട് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇവർ പരസ്പരം ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോകാണ്. അവളാണെങ്കിൽ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് അവനത് കൊടുക്കുമ്പോൾ അവൻ പറയാണ്, ഇതെനിക്ക് വേണ്ട, നിനക്കുമായിട്ട് മേടിച്ചതാണ്, മുത്തശ്ശി ഇതെല്ലാം വാച്ച് ചെയ്യാനുണ്ടാവും എന്ന് പറയാണ്. ഈ ഒരു ക്യാരക്ടറെ കണ്ടോ, ഇതാണ് യങ്സോങ്ങിന്റെ കസിൻ. യങ്സോങ്ങിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് തന്നെ യങ്സോങ് ആണെങ്കിൽ ഇപ്പോൾ കസിൻ്റെ കമ്പനിയിലാണ് വന്ന് വർക്ക് ചെയ്യണത്. അവളാണെങ്കിൽ ഒരു ആഡിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അവിടേക്കാണെങ്കിൽ ഈ കസിൻ യങ്സോങ്ങിനെ കാണാൻ വരാണ്. യങ്സോങ് അവളോട് ചോദിക്കാണ്, നീ കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ വന്നേക്കണത്, എനിക്കറിയാം നീ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് കൊണ്ടല്ലേ നിന്റെ അച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. യങ്സോങ് ആണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് പോകാണ്. അതിനുശേഷം അവൾ നേരെ പോണത് ജിമ്മിക്കാണ്. അവിടെ വെച്ചാണെങ്കിൽ ഇവള് സെക്രട്ടറിനെ കണ്ടുമുട്ടാണ്. സെക്രട്ടറി കാണാനായിട്ട് തന്നെ ഇവള് കുറച്ചധികം വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. പോരാത്തതിന് സെക്രട്ടറിനെ ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഒരു ഫീലിങ്സ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സെക്രട്ടറി ആണെങ്കിൽ ഇവളെയും നോക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും പരസ്പരം ഒരേ ടൈമിൽ നോക്കുന്നില്ല എന്ന് മാത്രം. അവിടെയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടില്ലേ, യങ്സോങ്ങിൻ്റെ ലെറ്റർ ഒരാൾ എടുക്കണത്, അയാളും ജിമ്മിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അയാളാണെങ്കിൽ യങ്സോങ്ങിനെ കാണുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മേടിച്ച് വെക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഹാരി ഹീറോ മേടിച്ചെന്ന ഡ്രസ്സും പിന്നെ അവരെടുത്ത ഫോട്ടോസൊക്കെ നോക്കുമ്പോഴാണ് അവളുടെ ബ്രദർ റൂമിലോട്ട് കയറി വരുന്നത്. ഒളിക്ക് ഇവളാണെങ്കിൽ ഫോട്ടോസൊക്കെ മാറ്റി വെക്കേണ്ടെങ്കിലും അവൻ ചോദിക്കുകയാണ്, ഇത്ര വില കൂടിയ ഡ്രസ്സൊന്നും വാങ്ങാറില്ലല്ലോ. അവള് പറയാണ്, ഇത് അവളുടെ ഫ്രണ്ടായ യങ്സോങ് മേടിച്ചു കൊടുത്തതാണ്. ഹീറോ അവളെ ഡ്രോപ്പാക്കി തിരിച്ചു പോരുമ്പോഴാണ് കാണുന്നത് അവളുടെ വാലറ്റ് കാറി വെച്ച് മറന്നു എന്നുള്ളത്. അങ്ങനെ അത് കൊടുക്കാനായിട്ട് അവളുടെ വീട്ടിലോട്ട് അവൻ തിരിച്ചു പോകാണ്. അവളുടെ വീടിൻ്റെ അവിടെ എത്തിയതും ഹാരി എന്ന് പറഞ്ഞ മിൻഹു വരാണ്. അപ്പോഴേക്ക് ഇവനെ ഡൗട്ട് അടിച്ചിട്ട് അവളുടെ വാലറ്റ് തുറന്ന് നോക്കാണ്. അപ്പോൾ ഇവന് ക്ലിയർ ആവാണ്, ഇവള് തന്നെയാണ് ഫേക്കായിട്ട് അഭിനയിക്കുന്ന ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഹാരിയും എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഹാരി എന്നുള്ളത്. അങ്ങനെ ഒന്നും കൂടി ക്ലിയർ ആവാനായിട്ട് അവിടെ വെച്ച് തന്നെ അവൻ അവൾക്ക് കോൾ ചെയ്യാണ്. അവളാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തതും ഈ എപ്പിസോഡ് വിളിച്ച് തീരാൻ. എൻ്റെ വീഡിയോ മെച്ചപ്പെടുത്തണമെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ. അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ തറ്റാം.